നമസ്കാരം. കാലാകാലങ്ങളിൽ മാറിവരുന്ന സർക്കാരുകൾക്ക് അഴിമതി നടത്താനും മോഷണം നടത്താനുമായിട്ട് മാറിയിരിക്കുകയാണ് ഇന്ന് ദേവസ്വം ബോർഡ്. നോക്കിയാൽ മോഷണമല്ല, ഒരു മോഷണ പരമ്പരയാണ് ഇന്ന് നടക്കുന്നത്. ഇപ്പോഴത്തെ സർക്കാരിൻ്റെ കാലത്താണ് ഇത്തരം വൻ മോഷണങ്ങളെന്നും അഴിമതിക്കാരായ ദേവസ്വം ബോർഡ് അംഗങ്ങളെയും ദേവസ്വം ബോർഡിനെയും പിരിച്ചുവിടണമെന്നൊക്കെ വലിയ വായിൽ നിലവിളിക്കുകയും ചെയ്യുന്ന പ്രതിപക്ഷ നേതാവേ, നിങ്ങൾക്ക് നാണമില്ലേ? 1992 കാലഘട്ടം മുതൽ 2019 വരെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ കീഴിൽ ആലപ്പുഴ തുറവൂരിലെ മേജർ നരസിംഹസ്വാമി ക്ഷേത്രം ഭരിച്ചു മുടിച്ചത് പ്രമുഖ കോൺഗ്രസ് നേതാവും KPCC മെമ്പറുമായിരുന്ന TG പത്മനാഭൻ നായർ ആയിരുന്നു. വലിയ തോതിലുള്ള വിമർശനങ്ങളും ആക്ഷേപങ്ങളും ഇയാൾക്കെതിരെ അന്ന് ഉയർന്നു വന്നിരുന്നു. കോടികളുടെ തട്ടിപ്പാണ് അന്ന് അയാൾ നടത്തിയത്. ഇതെല്ലാം അന്നത്തെ സംസ്ഥാന കോൺഗ്രസ് നേതൃത്വത്തിനും അറിയാമായിരുന്നു. എന്നാൽ ഈ വ്യക്തിക്കെതിരെ യാതൊരുവിധ അന്വേഷണമോ നടപടിയോ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. പകരം ഈ അമ്പലം വിഴുങ്ങിയെ സംരക്ഷിച്ചു പിടിക്കുകയും ഉയർന്ന സ്ഥാനമാനങ്ങൾ നൽകി പാർട്ടി വളർത്തുകയുമാണ് ചെയ്തത്. രഹസ്യത്തിൽ പറയുകയാണെങ്കിൽ പണച്ചാക്കുകളുടെ നേതാക്കന്മാരായ KC വേണുഗോപാൽ, രമേശ് ചെന്നിത്തല തുടങ്ങിയ പ്രമുഖ കോൺഗ്രസ് നേതാക്കന്മാരുടെ അടുത്ത ബന്ധക്കാരനാണ് ഇദ്ദേഹം. മാത്രമല്ല, തെരഞ്ഞെടുപ്പുകളിൽ കോടികളാണ് ഇയാൾ ചെലവാക്കിയിരുന്നത്. 2011 ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ ഭരണകാലത്ത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ പ്രസിഡന്റാകാൻ ശ്രമിച്ചെങ്കിലും നടക്കാതെ വന്നപ്പോൾ ഇയാൾ ചാണ്ടിയുമായി പിണങ്ങിപ്പിരിഞ്ഞു. KC പക്ഷത്തേക്ക് ചാടുകയുണ്ടായി. അന്നു മുതൽ KC വേണുഗോപാലിൻ്റെ വിശ്വസ്തനും സ്നേഹിതനുമൊക്കെയായി മാറുകയായിരുന്നു പത്മനാഭൻ നായർ എന്ന അമ്പലം വിഴുങ്ങി. ബോർഡിൻ്റെ രസീതുകൾക്ക് പകരം സ്വന്തമായി രസീതുണ്ടാക്കുകയും അതിൽ നിന്ന് ലക്ഷങ്ങൾ അടിച്ചു മാറ്റുകയും ചെയ്യുകയുണ്ടായി. മാത്രമല്ല, ഭക്തർക്ക് അന്നദാനം നൽകുന്നതിൻ്റെ പേരിൽ, തറ ലേലം പിടിക്കുന്നതിൽ നിന്നും, കൊടിമരം സ്വർണം പൂശുന്നതിൻ്റെ പേരിൽ തുടങ്ങി പലതിൻ്റെയും പേരിൽ കോടികളാണ് അടിച്ചു മാറ്റിയത്. ഇത് ഓഡിറ്റ് റിപ്പോർട്ടിലും ദേവസ്വം വിജിലൻസ് റിപ്പോർട്ടിലും എടുത്തു പറയുന്നുണ്ട്. മാത്രമല്ല, ദേവസ്വം ബോർഡിലെ പല ഉദ്യോഗസ്ഥരോടും തനിക്ക് പല ഉന്നതന്മാരുമായി അടുപ്പമുണ്ടെന്ന്, പ്രത്യേകിച്ച് ഹൈക്കോടതി ജഡ്ജിമാരുടെ പേരുകൾ പറഞ്ഞ് ഭീഷണിപ്പെടുത്തിയൊക്കെയാണ് ഇയാൾ കാര്യങ്ങൾ നേടിയിരുന്നത്. ശബരിമല ഉൾപ്പെടെയുള്ള ക്ഷേത്രങ്ങളിലെ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ പദവി വരെ വാഗ്ദാനം ചെയ്ത് ഇയാൾ പണം തട്ടിയതായി അറിയുന്നുണ്ട്. പിന്നെ ഉത്സവത്തിൻ്റെ പേരിൽ സർക്കാരിൻ്റെ ടൂറിസം വകുപ്പിൽ നിന്നും വൃദ്ധസദനം പണി കഴിപ്പിച്ചു തരാം എന്ന് തുടങ്ങി പല മേഖലകളിലും അഴിമതിയുടെ തേരോട്ടമാണ് ഇയാൾ നടത്തിയിരിക്കുന്നത്. പാർട്ടിയിലുള്ളവരെ തീറ്റിപ്പോറ്റി അവരുടെ കറവപ്പശുവായി മാറുകയായിരുന്നു ഈ അമ്പലം വിഴുങ്ങി. അതിനാൽ തന്നെ കോൺഗ്രസ് മാന്യന്മാർക്ക് ഇയാൾക്കെതിരെ നടപടിയെടുക്കാനും സാധിച്ചിരുന്നില്ല. ഇയാൾ പ്രസിഡന്റായിരുന്ന മഹാക്ഷേത്രത്തിലെ ഭക്തർ ദേവന് കാണിക്കയായി സമർപ്പിച്ച സ്വർണം, വെള്ളി, കാണിക്ക, ദേവസ്വം ഭൂമി ഇതെല്ലാം തന്നെ ഇയാൾ കൈക്കലാക്കുകയുണ്ടായിരുന്നു. മാത്രമല്ല, ക്ഷേത്രത്തിലെ വരവെല്ലാം തൻ്റെ സ്വന്തം അക്കൗണ്ടിലാണ് എത്തിച്ചിരുന്നത്. 2017-18 കാലത്ത് സംസ്ഥാന ഓഡിറ്റ് വിഭാഗവും വിജിലൻസും നടത്തിയ അന്വേഷണത്തിലാണ് ഈ വൻകൊള്ള പുറം ലോകം അറിഞ്ഞത്. അതോടുകൂടി ഇയാളെ ഭരണത്തിൽ നിന്നും ഒഴിവാക്കി. ഇന്ന് ശബരിമലയിലെ സർക്കാരിൻ്റെ കീഴിൽ വരുന്ന സർക്കാരിൻ്റെ അഴിമതി പുറം ലോകം അറിഞ്ഞതോടുകൂടിയാണ് പല പഴയ അമ്പലക്കൊള്ളകളും പുറത്തു വരുന്നത്. എൻ്റെ പ്രതിപക്ഷ നേതാവ് VD സതീഷ് ജി, നിങ്ങൾ വാ കൂട്ടി അടങ്ങൂ. ഇതൊന്നും പറയാൻ നിങ്ങൾക്ക് അവകാശമില്ല. പറഞ്ഞാൽ ഇനിയും കൂടുതൽ അഴിമതി പുറത്തു വരും. അതിനാൽ മൗനം വിദ്വാന് ഭൂഷണം. ഒന്നോർക്കുക, ദേവന്മാർക്ക് സ്വർണവും പണമൊന്നും വേണ്ട. എന്നാൽ ഉള്ള മുതലിനെ അടിച്ചു മാറ്റാൻ അനുവദിക്കില്ല. എല്ലാത്തിനും കണക്കുണ്ട്. അടിച്ചു മാറ്റിയാൽ കണക്കിന് കിട്ടും.